നമ്മൾ സ്റ്റിയറിംഗ് ആംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് ടോയിൻ ടോ ഔട്ട് ആണ്. ടോയിൻ ടോ ഔട്ട് നമ്മൾ ടോപ്പ് വ്യൂ നോക്കിയാലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതായത് ഒരു വെഹിക്കിളിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആംഗിൾസ് ആണ് ടോയിൻ ടോ ഔട്ട്. അപ്പം ഒരു വെഹിക്കിളിൻ്റെ ഇത് ഫ്രണ്ടും ഇത് ബാക്ക് സൈഡും ആണെങ്കിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഓഫ് ദി കാർ ഇതാണ്, അതുപോലെ ഇത് ബാക്ക് സൈഡാണ്. ഫ്രണ്ട് ഓഫ് ദി കാറിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമ്മുടെ ടയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അതൊരു ആംഗിൾ ഉണ്ടല്ലേ, ഇതിനാണ് നമ്മൾ ടോ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ടോയിങ് ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് ഫ്രണ്ട് വീൽ ആർ സെറ്റ് ക്ലോസ് ടുഗദർ അറ്റ് ദി ഫ്രണ്ട് ദാൻ അറ്റ് ദി റിയർ ആൻഡ് വെഹിക്കിൾ ഈസ് സെറ്റ് സ്റ്റേഷനറി. നമ്മൾ ടയർ വയ്ക്കുകയാണെങ്കിൽ ടയർ ഇങ്ങനെയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ടോ ഔട്ടും, ഇങ്ങനെയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ടോ ഇന്നും ആണ്. രണ്ട് ടയറാണെന്നുണ്ടെങ്കിൽ നേരെ നിൽക്കുന്നതിന് പകരം ടയർ നമ്മൾ സാധാരണ ടയർ ഇങ്ങനെയല്ല ഉണ്ടാവുക, അതിന് പകരം ടയർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ടോ ഇന്നും, നേരെ മറിച്ച് പുറത്തോട്ടാണ് ഇങ്ങനെയാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് ടോ ഔട്ട് ആയി കേട്ടോ. അതാണ് ടോ ഇന്നും ടോ ഔട്ട്. സിമ്പിൾ സാധനമാണ്. നമ്മളത് ടോപ്പ് വ്യൂ നോക്കിയാലാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഇത്രയാണ് ടോയിനെ ടോ ഔട്ടിനെ പറ്റി പറയാനുള്ളത്. അടുത്ത പറഞ്ഞ് കിങ് പിൻ ഇൻക്ലിനേഷൻ അഥവാ സ്വിൽ ആക്സിസ് ഇൻക്ലിനേഷൻ. ഇത് വളരെ സിമ്പിളാണ്, നേരത്തെ പഠിച്ച അത്രയൊന്നുമില്ല. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് ആക്സിസും ഈ വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോയിൻ ടോ ഔട്ടിലൊരു കാര്യം കൂടി പറയാം കേട്ടോ. നമ്മൾ ജനറലി ചെറിയ ടോയിന് കൊടുക്കാറുണ്ട്, പക്ഷെ അത് 3 mm കൂടുതൽ ഉണ്ടാവാൻ ഇല്ല എന്നുള്ളതാണ്. ടോയിൻ initially provided generally does not exceed 3 mm. Okay. Tilting the kingpin onward at the bottom produces an angle between kingpin center line and the vertical, which is referred as kingpin inclination. Okay. Modern vehicles are fitted with independent suspension system and are therefore not fitted with kingpin. When used with the setup, the angle is referred as the swivel axis inclination shown in figure. Most layouts require SI of between 5 degree to 10 degree. 5 degree to 10 degree angles നമ്മൾ കിങ്പിൻ ആംഗിൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കിങ്പിൻ ആംഗിൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ച് ക്യാംബർ, കാസ്റ്റർ, ടോയിന് ടോ ഔട്ട് പഠിച്ചു, കിങ്പിൻ ഇൻക്ലിനേഷൻ പഠിച്ചു. ഇത്രയും മെയിൻ ആയിട്ടുള്ള ആംഗിൾ. അടുത്തത് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. നെഗറ്റീവ് ഓഫ് സെറ്റും കൂടെ നമ്മൾ വെഹിക്കിളിന് കൊടുക്കാറുണ്ട്. നെഗറ്റീവ് ഓഫ് സെറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടയർ എന്ന് വിചാരിക്കും. നമ്മുടെ ഈ സ്റ്റിയറിംഗ് ആക്സിസിന്റെ ആക്സിസ് വരയ്ക്കുന്ന ലൈന്, നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈന് നമ്മൾ റോഡിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതായത് സർഫസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റും ഈ പെർപെൻഡിക്കുലർ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, ടയറിന്റെ പെർപെൻഡിക്കുലർ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നെഗറ്റീവ് ഓഫ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വരയ്ക്കുന്ന ഈ ലൈന് ഇവിടെ ആയിരിക്കും ടച്ച് ചെയ്യുക, സെൻട്രൽ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ ടച്ച് ചെയ്യുകയും, അങ്ങനെയാണെങ്കിൽ എന്താണ്? അതിനെ നെഗറ്റീവാണ്, ഓഫ്സെറ്റ് നെഗറ്റീവ് എന്നാണ് നമ്മൾ പറയാം. In the past, a positive offset was used. This was obtained by making the center line of the wheel meet the swivel axis at a point just below the road. The offset distance for each wheel measured at the road surface between the two center lines should be equal to ensure that the inward or outward pull of the wheel balance the pull of the other wheel. അതായത് വെഹിക്കിളിന്റെ പുല്ല് സെയിം ആണ്
അതുപോലെ തന്നെ എല്ലാ വീലിന്റെയും ഓഫ്സെറ്റ് സെയിം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നോട്ട് ദാറ്റ് when one front tire deflects, the positive offset of an side will increase. The increase will cause the vehicle to pull violently to side. അതായത് നമ്മളിപ്പോൾ ടയറൊക്കെ പഞ്ചർ ആകുമ്പോൾ നമ്മുടെ വെഹിക്കിളിന്റെ മോഷന് നമ്മൾ ബാധിക്കുന്നില്ല, അത് ഈ ഓഫ്സെറ്റ് മാറുന്നത് കാരണമാണ്. അപ്പോൾ ദെൻ ജോമെട്രി ഹാസ് നെഗറ്റീവ് ഓഫ്സെറ്റ്, സ്റ്റെബിലിറ്റി ഈസ് ഇംപ്രൂവ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഓഫ്സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഓഫ്സെറ്റ് ഉണ്ടാകുമ്പോൾ എന്താണ്, സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഓഫ്സെറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് ഓഫ്സെറ്റ് ആണ് ഉപയോഗിക്കുക സാധാരണ. ഇത്രയാണ് നമ്മൾ ആംഗിൾസ് ഒക്കെ പഠിക്കാനുള്ളത്. സ്റ്റിയറിംഗ് ജോമെട്രി ഇത്രയും പഠിച്ച സ്റ്റിയറിംഗ് ജോമെട്രി ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനെ പറ്റിയാണ്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്താണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്? Steering gearbox provides the driver with a lever system which enables a large force to be exerted on the road wheel. സ്റ്റിയർ ചെയ്യണം, വെഹിക്കിൾ തിരിക്കാൻ വേണ്ടി ലാർജ് ഫോഴ്സ് എന്തായാലും എക്സെർട്ട് ചെയ്യണം വിത്ത് എ മിനിമം ഡ്രൈവർ എഫക്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് എന്താ സഹായം ചെയ്യുന്നത്? നമ്മുടെ എഫേർട്ട് കുറച്ചിട്ട് ലാർജ് ഫോഴ്സ് സ്റ്റിയറിംഗിലോട്ട് ഏൽപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമുക്ക് സ്റ്റിയർ ബോക്സ് എന്ന് പറയുന്നത്. The steering gearbox should also allow the driver to control the direction of vehicle accurately. അടുത്തെന്താണ്? ഒന്ന്, ഈസിലി സ്റ്റിയർ ചെയ്യാൻ സഹായിക്കണം. രണ്ട്, എന്താണ്, ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കണം. The steering gearbox has two main functions. It produces a gear reduction between the input steering wheel and output drop arm, അഥവാ പിറ്റ്മാൻ ആമാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വീൽ തിരിയാൻ വേണ്ടിയുള്ള ആം. ആൻഡ് ഇറ്റ് റീഡയറക്ട്സ് ദി ഇൻപുട്ട് to output axis of rotation through right angle. The overall angular gear ratios of steering gearbox may be that as gear ratio 12.1 for light small vehicle and indirectly 28:1 for heavy vehicle. Indirect അതായത് ലൈറ്റ് വെഹിക്കിൾസിനൊക്കെ നമ്മുടെ കാർ പോലത്തേനൊക്കെ 12:1 ആയിരിക്കും അതിന്റെ ഗിയർ റേഷ്യോ ഉണ്ടായിരിക്കും സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ. പക്ഷേ നമ്മുടെ ഹെവി വെഹിക്കിൾസിന് എത്ര ആയിരിക്കും? 28:20/1 ആയിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന് കുറച്ച് മെക്കാനിസം ഉണ്ട്. ഏതൊക്കെയാണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ മെക്കാനിസം എന്ന് നോക്കാം. നമുക്ക് 3-4 പഠിക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ആൻഡ് നെറ്റ് ഗിയർ ബോക്സ് മെക്കാനിസം ആണ്. സ്ക്രൂ ആൻഡ് നെറ്റ് പേര് പോലെ തന്നെ എന്താണ്, ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, ഒരു നെറ്റും ഉണ്ടായിരിക്കും. ഇതിലേതാണ് സ്ക്രൂ? ഇത് സ്ക്രൂ ആണ്, ഈ സാധനമാണ് നെറ്റ്. ഇത് സ്ക്രൂ ആണ്, ഇത് നെറ്റാണ്. ഇത് സിമ്പിൾ മെക്കാനിസം ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്ക്രൂ ആണ് റൊട്ടേറ്റ് ചെയ്യുക. ഈ സ്ക്രൂ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ നെറ്റ് ഈ സ്ക്രൂവിന്റെ മുകളിൽ പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെയും എന്താണ്, സ്ക്രൂ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ നെറ്റിലും സ്ക്രൂ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? നെറ്റും അതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്ക്രൂ ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ നെറ്റ് ഇങ്ങോട്ട് പോകും, ആന്റി ക്ലോക്ക് വൈസ് തിരിയാണെങ്കിൽ നെറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഇതിൽ നമ്മൾ എന്തുണ്ടാവും? നെറ്റിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടോ? പിറ്റ്മാൻ ആം കൊടുത്തിട്ടുണ്ടാവും, അതായത് ഡ്രോപ്പ് ആം. അപ്പം ഈ നെറ്റ് നമ്മൾ ഈ സ്ക്രൂ തിരിയുന്നതനുസരിച്ച് നെറ്റ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിയും, അതിനനുസരിച്ച് പിറ്റ്മാൻ ആമും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിയും. അങ്ങനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിൻ്റെ ആനിമേഷൻ വീഡിയോസ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ ഉള്ളത്, ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല. അടുത്ത മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? വോം ആൻഡ് റോളർ ടൈപ്പ് മെക്കാനിസം എന്നാണ് പറയുക. വോം ആൻഡ് റോളർ. ഈ മെക്കാനിസത്തിലും എന്താണ്, ഒരു വോം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ വോം എന്ന് പറയുന്ന സാധനം കേട്ടോ. അടുത്ത ഒരു റോളർ ഉണ്ടായിരിക്കും, എന്താ സെക്ടർ എന്ന് പറയും. അപ്പം എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വർക്കിംഗ് ആണ് താഴെ പറഞ്ഞിട്ടില്ല, ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സെയിം ആണ്. നമ്മുടെ സ്റ്റിയറിംഗ് ഗിയറിന്റെ ഷാഫ്റ്റ് ഇങ്ങോട്ടാണ് വരിക.
അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഷാഫ്റ്റാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിനെന്ത് ഒരു സെക്ടർ എന്ന് പറഞ്ഞ സാധനം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പിറ്റ്മാൻ ആം പോവുക. ഇവിടുന്ന് ഒരു ആം സാധാരണ പുറത്തോട്ട് വന്നിട്ടുണ്ടാവും. ഈ ആമാണ് നമ്മുടെ സ്റ്റിയറിങ്ങിലോട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഷാഫ്റ്റ് തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ വോമ് തിരിയുന്നു. ഈ വോമ് തിരിയുന്നതാണ്, ഈ വോമും ഇതും കൂടി മേറ്റഡ് ആണ്. അല്ല, അതേ സ്ക്രൂ ത്രെഡ് വെച്ചിട്ട് ഇവിടെ മേറ്റഡ് ആണ്. അപ്പോൾ ഈ വോമ് ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് തിരിയും. അതായത് റൈറ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ റൈറ്റിലോട്ടും തിരിയും. അങ്ങനെയുള്ള മൂവ്മെന്റ് എന്ത് ചെയ്യും? അതേസമയം ഈ സാധനം സെക്ടർ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സെക്ടർ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പിറ്റ്മാൻ ആം എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് തിരിയുന്നു. ഇതാണ് വോം ആൻഡ് റോൾ ടൈപ്പിന്റെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഈ വോം ആൻഡ് ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഫില്ലർ പ്ലഗ് ഉണ്ട്, ഇതിനടുത്ത് ഓയിൽ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെയാണ് സംഭവം. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള പറയുകയാണെങ്കിൽ വോം ആൻഡ് റോൾ ടൈപ്പ് ഗിയർ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഫിഗർ എന്തായാലും വരയ്ക്കണം കേട്ടോ. ഈ ഫിഗർ എന്തായാലും വരയ്ക്കണം, എന്നിട്ടാണ് എഴുതേണ്ടത്. എൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഇതിൻ്റെ ഞാൻ വീഡിയോ കിട്ടും, ആനിമേഷൻ വീഡിയോ കിട്ടും കേട്ടോ, ഒന്നും കൂടെ മനസ്സിലാവും. അടുത്തതെന്ന് പറഞ്ഞാൽ റീസർക്കുലേറ്റിംഗ് ബോൾ നെറ്റ് ആൻഡ് റോക്കർ ലെവൽസ് ഗിയറിംഗ് ബോക്സ് എന്നാണ്. നെറ്റ് ആൻഡ് റോക്കർ പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് ഒരു സാധനം കൂടെ എക്സ്ട്രാ ആയിട്ട് കയറി വരുന്നിട്ടുണ്ട്. അതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ആൻഡ് ബോൾ. ഒരു റീസർക്കുലേറ്റിംഗ് ബോൾ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താണ്? നെറ്റ് ആൻഡ് റോക്കറിന്റെ സെയിം ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് ആൻഡ് സ്ക്രൂവിന് പകരം എന്ത് ചെയ്യുന്നു? നെറ്റിന് ഉള്ളിൽ ഇവിടെ നമ്മൾ ചെറിയ ചെറിയ ബോളുകൾ ആഡ് ചെയ്യും. ഈ ഇതിനകത്തൊക്കെ എന്തുണ്ടാവും? ബോളുകൾ ഉണ്ടാവും. ഈ ബോള് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിയറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എഫേർട്ട്, നമ്മളതിന് സ്റ്റിയർ ചെയ്യാൻ ഉപയോഗിക്കേണ്ട എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോൾസ് ഉപയോഗിക്കുന്നത്. ബോൾസ് ഉപയോഗിക്കാൻ സംഭവിക്കും, അതിനുണ്ടാവുന്ന ഫ്രിക്ഷൻ കുറയുന്നു, അതുപോലെ തന്നെ മൂവ്മെന്റ് ഈസി ആവുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കുറയുന്നു. ബാക്കിയൊക്കെ സെയിം ആണ്. എന്താണ്? ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇവിടുന്ന് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് ലെഫ്റ്റ് മൂവ് ചെയ്യുന്നു. ആ മൂവിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റോക്കർ ലെവൽ കണക്ട് ചെയ്യുന്നു. ബാക്കി സെയിം ആണ്. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാലാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് സെക്ടർ. നേരത്തെ എന്താ പഠിച്ചേ? റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് റോക്കർ ആണ്. ഇപ്പൊ എന്താണ്? റീസർക്കുലേറ്റിംഗ് ബോൾ റാക്ക് ആൻഡ് സെക്ടർ ആണ്. നമ്മൾ നേരത്തെ വെറും റാക്ക് ആൻഡ് സെക്ടർ പഠിച്ചല്ലേ. അതിന് പകരം ഇപ്പൊ എന്താ സംഭവിക്കും? ഇതിനകത്ത് ഉണ്ടോ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, ഇതാണ് ബോൾസ് എന്ന് പറയുന്നത്. ഈ ബോൾസും കൂടെ ആഡ് ചെയ്യും. സെയിം സാധനമാണ്, ജസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾസ് എക്സ്ട്രാ ആയിട്ട് കയറി വരുന്ന മൊത്തം. ഈ ബോൾസ് വരുമ്പോൾ സംഭവിക്കുക? റീസർക്കുലേറ്റിംഗ് ബോൾസ് ഇത് കംപ്ലീറ്റ് ആയിരിക്കും, ഇതൊരു ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ ബോൾസ് ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കും. ഈ ബോൾസ് ഇതിങ്ങനെ റൊട്ടേറ്റ് അനുസരിച്ച് ഈ ബോൾസ് അതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോൾസ് എന്ത് ചെയ്യും? ഫ്രിക്ഷനും ഫോഴ്സ് ഒക്കെ കുറയ്ക്കും. അങ്ങനെ നമ്മുടെ റൊട്ടേഷൻ എന്തായിരിക്കും? ഈസി ആക്കി മാറ്റും. അതാണ് ബോൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മളിത് വായിച്ച് മനസ്സിലാവും. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഓഫ് ദി കൺവെൻഷണൽ സ്ക്രൂ ആൻഡ് നെറ്റ് ത്രെഡ് ആർ റീപ്ലേസ്ഡ് ബൈ സെമി സർക്കുലർ സ്പൈറൽ ഗ്ലൂസ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്.
പക്ഷെ നമുക്കറിയാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്, പവർ സ്റ്റിയറിംഗ് അല്ലേ, പവർ സ്റ്റിയറിംഗ് നമ്മൾ പറയാറുണ്ട്. പവർ സ്റ്റിയറിംഗ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നീഡ് ഓഫ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്? എന്താണ്? വിത്ത് മാനുവൽ സ്റ്റിയറിംഗ് എ റിഡക്ഷൻ ഇൻ ഇൻപുട്ട് എഫേർട്ട് ഓൺ സ്റ്റിയറിംഗ് വീൽ റിം ഈസ് അച്ചീവ്ഡ് ബൈ എന്താണ്, ലോവറിംഗ് ദി സ്റ്റിയറിംഗ് ഗിയർ റേഷ്യോ, ബട്ട് ദിസ് ഹാസ് ദി സൈഡ് എഫക്ട് ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് സ്റ്റിയറിംഗ് വീൽസ് ടേൺസ് ഫ്രം ലോങ്, സോ ദി മാനുവറിംഗ് ഓഫ് ദി സ്റ്റിയറിംഗ് വീൽസ് വിൽ ടേക്ക് ലോങ്. അതായത് നമ്മൾ സ്റ്റിയറിംഗ് വീലിന്റെ ഗിയർ റേഷ്യോ കുറയ്ക്കുന്നതിനനുസരിച്ച് എന്താണ്, സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ എണ്ണം കൂടും. അത് നോക്കിയാൽ മനസ്സിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു 12:1 ആണ് ലൈറ്റ് വെഹിക്കിൾസിന്, 25:1 ആണ് ഹെവി വെഹിക്കിൾസിന്. നമ്മൾ ഹെവി വെഹിക്കിൾസിന്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാറൊക്കെ നമുക്ക് 2.2 റൊട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ആയിട്ട് ലോക്ക് ആവും അല്ലെ, ഫുൾ സ്റ്റിയറിംഗ് ആവും. പക്ഷെ ഹെവി വെഹിക്കിൾസ് അങ്ങനെയാണോ? അല്ലല്ലോ. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, കൂടുതലാണ്. അപ്പം പണ്ടത്തെ കേട്ടോ, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മാറി പവർ സ്റ്റിയറിംഗ് വന്നുകൊണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ കൂടുതൽ തവണ റൊട്ടേറ്റ് ചെയ്യണം, സ്റ്റിയറിംഗ് എടുക്കുന്ന സമയം കൂടുതലൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും എങ്ങനെയൊക്കെ നമ്മൾ ബോൾസ് ഒക്കെ ഉപയോഗിച്ചാലും അതിനുണ്ടാവുന്ന എഫേർട്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, വീണ്ടും കൂടുതലാണ്. പക്ഷെ നമ്മൾ പവർ സിസ്റ്റം ഉപയോഗിച്ച് എന്താണ് 25 to 30% നമുക്ക് വർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് ഹെവി ഡ്യൂട്ടി ട്രക്ക് ഹൈഡ്രോളിക് പവർ അമൗണ്ട്സ് അബൌട്ട് 80 to 80% ഓഫ് ടോട്ടൽ സ്റ്റിയറിംഗ് എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. സാധാ ഉപയോഗിക്കുന്നതിന്റെ 10% 20% ഉപയോഗിച്ച് നമുക്ക് സ്റ്റിയറിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റിയറിംഗിന്റെ എണ്ണം എന്താകും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. സ്റ്റിയറിംഗ് വീൽ മൂവ്മെന്റ് ഫ്രം ലോക്ക് ടു ലോക്ക് വിൽ ബി റെഡ്യൂസ്ഡ് അപ്രോക്സിമേറ്റ്ലി ഫ്രം 3.5 to 4 turns down to about 2.5 to 3 turns to manual and power assisted steering arrangement respectively. ഇതൊക്കെയാണ് നമ്മുടെ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗിന് എന്തുകൊണ്ടാണ് നമ്മൾ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗിലോട്ട് മാറിയത് എന്നുള്ളതിന്റെ എന്താണ് കാരണങ്ങൾ. ഇത് ഫോഴ്സും അതുപോലെ തന്നെ ഇതൊന്നും ഗ്രാഫാണ്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത്യാവശ്യമുള്ള കാര്യമല്ല. അടുത്തത് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. ഈ ഫിഗറിനെക്കാളും നല്ലൊരു ഫിഗർ ഞങ്ങൾക്ക് തരട്ടോ, ഇത് നോട്ടിലുള്ള ഫിഗർ അതുപോലെ കിട്ടുന്നുള്ളൂ. രണ്ട് തരത്തിലാണല്ലോ, ഒന്ന് എക്സ്റ്റേണൽ ഡയറക്റ്റ് കപ്പിൾഡും പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗും, അടുത്ത് ഡയറക്റ്റ് കപ്പിൾഡും ആണ്. മെയിനായിട്ട് നമ്മൾ എന്താണ് ഹൈഡ്രോളിക്കലി ആണ് പവർ സിസ്റ്റംസ് ഒക്കെ, അതായത് പവർ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഒരു പിസ്റ്റൺ ഉണ്ടാവും. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, പമ്പ് ഉണ്ട്, ഒരു റിസർവോയർ ഉണ്ട്, ഇവിടെ ഒരു കൺട്രോൾ വാൾവ് ഉണ്ട്. ഇതാണ് റോഡ്, ഇത് രണ്ടും റോഡുകളാണ്. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുന്ന് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺട്രോൾ വാൾവ് ഓപ്പൺ ആവും. ഈ കൺട്രോൾ വാൾവ് ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിക്കും, നമുക്കിവിടെ ഹൈഡ്രോളിക് ലൈൻസ് കണ്ടോ, നമ്മൾ എങ്ങോട്ടാണോ തിരിക്കുന്നത്, അതായത് ഇവിടേക്ക് റൈറ്റിലോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നിറയ്ക്കും. അപ്പം സംഭവിക്കും, ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ. ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സംഭവിക്കും, ഈ സാധനം നമ്മൾക്ക് വലത്തോട്ട് പോകും. ഈ റോഡ് നമുക്ക് വലത്തോട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഈ ചേമ്പറാണ് നമ്മൾ ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം സംഭവിക്കും, പിസ്റ്റൺ ഇങ്ങോട്ട് പോകും, ഈ സാധനം നമുക്ക് ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുന്നത്. ഈ സാധനം കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലാണ്. ഈ കൺട്രോൾ വാൾവ് ആണ് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് ഇവിടെ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് ഡയറക്ഷനിലോട്ട് നമ്മുടെ ഈ വാൾവ് ഓപ്പൺ ആകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കൺട്രോൾ വാൾവ് ആണ് കേട്ടോ. ഈ കൺട്രോൾ വാൾവ് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ പമ്പ് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് പമ്പ് ചെയ്യും. ഈ ഫ്ലൂയിഡ് ഇവിടെ പോയിട്ട് ഫില്ലാവും, അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. റാക്ക് ആൻഡ് പിനിയൻ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, റാക്ക് ആൻഡ് പിനിയൻ നമ്മൾ ആദ്യം പഠിച്ച സാധനം, അത് പവർ അസിസ്റ്റഡ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രോളിക് പിസ്റ്റൺ ഉണ്ട്, ഇത് റാക്ക് ആൻഡ് പിനിയൻ ആണ്. ഇതാണ് പവർ സ്റ്റിയറിംഗിന്റെ പമ്പ്. പവർ സ്റ്റിയറിംഗ് നമുക്കറിയാം, ഫ്ലൂയിഡ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം, ഫ്ലൂയിഡ് നിറച്ചു കൊടുക്കാറില്ല, അതിന് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു റോട്ടറി വാൾവ് ഉണ്ടാവും, ഇവിടെ പ്രഷർ ട്യൂബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പമ്പ് എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ എപ്പോഴും ഇവിടെ നിറച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഫ്ലൂയിഡ്
ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഈ റോട്ടറി വാൾവ് എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനം റൊട്ടേറ്റ് അനുസരിച്ച് ഈ റോട്ടറി വാൾവ് ഓപ്പൺ ചെയ്യും. എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യണമെന്നനുസരിച്ച്. നമ്മളിപ്പോൾ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ റോട്ടറി വാൾവ് ഓപ്പൺ ചെയ്യും, ഈ വാൾവ് മാത്രം ഓപ്പൺ ആവും. സംഭവം എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും, ഇവിടുത്തെ ഫ്ലൂയിഡ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഈ പിസ്റ്റൺ എന്താ, ഹൈഡ്രോളിക് പിസ്റ്റൺ എന്ത് സംഭവിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ വീൽ എന്ത് ചെയ്യും, വീല് ഇങ്ങോട്ട് സ്റ്റിയർ ആവും. ഓക്കെ, അത് റോട്ടറി വാൾവ് ആണല്ലോ. അതായത് റോട്ടറി വാൾവ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലോട്ട് ഇവിടുത്തെ വാൾവ് ഓപ്പൺ ആവും. നേരെ മറിച്ച് നമുക്ക് തിരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഭവിക്കും, നമ്മൾ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റോട്ടറി വാൾവ് എന്ത് ചെയ്യും, ഈ സാധനം ഈ ഫ്ലൂയിഡ് ലൈൻ ഓപ്പൺ ചെയ്യും. ഈ ഫ്ലൂയിഡ് ലൈൻ ഓപ്പൺ ചെയ്യാൻ സംഭവിക്കും, ഇവിടെ നിന്നുള്ള ഹൈ പ്രഷർ ഫ്ലൂയിഡ് നമുക്ക് എന്ത് സംഭവിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ പിസ്റ്റണിന്റെ അപ്പം എന്ത് ചെയ്യും, ഇവിടുത്തെ ഫ്ലൂയിഡ് നേരെ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യും. ഇപ്പം സംഭവിക്കും, ഇവിടെ ഫ്ലൂയിഡ് വന്ന് നിറയുമ്പോൾ ഈ പിസ്റ്റണ് ഈ ഫ്ലൂയിഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കും. അങ്ങോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കും, നമ്മുടെ വീല് പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായിട്ട് മാറും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം. ഓക്കെ, ഇത് ഇലക്ട്രോണിക്കൽ അല്ല, റോട്ടറി വാൾവ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇലക്ട്രോണിക്കൽ കൺട്രോൾ ചെയ്യുന്നത് ഉണ്ട് കേട്ടോ ഇപ്പം പുതുതായിട്ടൊക്കെ. ഇപ്പൊ എന്താണ്, ഈ സാധനം പുറത്താണല്ലോ അല്ലെ, ഈ ഇന്റഗ്രൽ പാർട്ടായിട്ടല്ല വരുന്നത്, പുറത്തൊരു പവർ അസിസ്റ്റഡ് മാത്രമാണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി ഇന്റഗ്രൽ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പവർ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഇത് റീസർക്കുലേറ്റിംഗ് പവർ ഉള്ള സാധനമാണ്. ഇതിവിടെ പുറത്തല്ലേ ഉള്ളൂ, അതിന് പകരം നമ്മൾ ഈ ഒരു മൊത്തം സെറ്റ് തന്നെ ഇവിടെ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, ഈ പവർ സിസ്റ്റം നമ്മൾ ഘടിപ്പിക്കുന്നതാണ് ഇന്റഗ്രൽ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താണ്, ആ സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി, ഇതാണ് സ്റ്റിയറിംഗ് ഗിയറിന്റെ ബോഡി, ഇതാണ് അതിന്റെ കവർ, പേര് നോക്കട്ടോ. ഇതാണ് വോം, ഇതാണ് എന്ത്, ഇത് നെറ്റാണ്, ഇത് വോമാണ്, പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വോമാണ്, ഇത് നെറ്റാണ്, ഇത് ക്രോസ് ഷാഫ്റ്റ്, ഇത് വീൽ സെക്ടർ. ഇവിടുന്നാണ് നമ്മൾ വീലിലോട്ട് പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇവിടെയാണ് വാൾവിന്റെ ബോഡി. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സ്റ്റിയർ വരുമ്പോൾ സ്റ്റിയർ ചെയ്യുന്ന സാധനം, ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാം. ആക്ച്വലി എന്ത് സംഭവിക്കും, നമ്മൾ സ്റ്റിയർ ചെയ്യുമ്പോൾ സംഭവിക്കും, നമ്മൾ സ്റ്റിയർ ചെയ്യുന്ന റൊട്ടേഷൻ സെൻസ് ചെയ്തിട്ട് ഇതിലൂടെ പ്രഷർ അപ്ലൈ ചെയ്യും, അതായത് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യും. ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ സാധനം റൊട്ടേറ്റ് ചെയ്യണതിൻ്റെ നമ്മളെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഇതിലൂടെ മൂവ് ചെയ്തിട്ട് നമ്മളെ ഈ റാക്കിന് പിന്നെ എങ്ങോട്ടാണോ മൂവ് ചെയ്യിക്കേണ്ടത് അനുസരിച്ചുള്ള ഈ ചേമ്പറിലോ ഫ്ലൂയിഡ് ഒന്ന് നിറയും. അനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മുടെ നെറ്റ് മൂവ് ചെയ്യും. സിമ്പിൾ സാധനമാണ്, സെയിം മെക്കാനിസം ആണ്, പക്ഷെ നേരിട്ട് ഇതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. സിമ്പിളായിട്ട് സെയിം എക്സ്പ്ലനേഷൻ തന്നെ എഴുതിയാൽ മതി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ. ഇതിന് എക്സ്പ്ലനേഷൻ നിങ്ങൾ എക്സാമിന് എങ്ങനെ എഴുതണം എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത് ഈ സാധനം ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, ഫുള്ളായിട്ട് വായിക്കാൻ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിന് എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണിത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇത് ഇൻഡിക്കേറ്റർ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഇതാണ്. ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കി ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതുക. ഫിഗർ വരയ്ക്കുക, ഫിഗർ കൊണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാർക്ക് കേട്ടോ. ഫിഗർ വരയ്ക്കുക, എന്താണോ മനസ്സിലായത് അത് എഴുതുക. റാക്ക് ആൻഡ് പിനിയൻ ആണെങ്കിൽ, പവർ അസിസ്റ്റഡ് റാക്ക് ആൻഡ് പിനിയൻ ആണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക, എങ്ങനെ എന്താണോ മനസ്സിലായത് അത് എഴുതുക. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പമ്പ് ഉണ്ടായിരിക്കും, ഓപ്പൺ ആവുന്നു, ഇവിടെ വരുന്നു, പിസ്റ്റൺ മൂവ് ചെയ്യുന്നു, തിരിയുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനം നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയിൽ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ വാരി വലിച്ച് എഴുതുന്നു വേണ്ട, മനസ്സിലായ കാര്യം സിമ്പിൾ ആയിട്ട് എഴുതുക കേട്ടോ. ഇത്രയാണ്. ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യാം, വീഡിയോസ് ഞാൻ ഇട്ടുതരാം കേട്ടോ. ആനിമേഷൻ വീഡിയോസ് ആണ്, അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിലും ഈ സാധനം വായിച്ചിട്ടില്ലെങ്കിലും കണ്ട ഒരു ഓർമ്മ ഉണ്ടാകും, അത് വെച്ചിട്ടെങ്കിലും എഴുതാം കേട്ടോ. പക്ഷെ ഫിഗർ നിർബന്ധമാണ്, ഫിഗർ എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഫിഗർ വരയ്ക്കുക, നിങ്ങൾ ആനിമേഷൻ വീഡിയോ കൂടി കാണുക, അതും കൂടി കാണുമ്പോൾ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലാവും. ആ വർക്കിംഗ് മനസ്സിലായ സാധനം നിങ്ങൾ ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിയറിംഗ് സിസ്റ്റം പഠിക്കാം. സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് എന്താണ് സംഭവം എന്ന് എഴുതി വെക്കുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവും കേട്ടോ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിലുള്ള സാധനങ്ങൾ കേട്ടോ. തേർഡ് മൊഡ്യൂൾ അപ്പം നമുക്ക് തീരുകയാണ്.
ഇന്റേണൽ എക്സാമിനെ പറ്റി നമുക്ക് മൺഡേ പറയാം കേട്ടോ.